ഹായ് ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കണമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കണം. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മനസ്സൊന്നും സ്റ്റേൺ ആയിട്ടില്ല. കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ തരണം ചെയ്തിട്ട് വേണമല്ലോ നമുക്കൊന്ന് മുന്നോട്ട് പോകണമെങ്കിൽ. നമ്മളൊക്കെ എന്താ പറയുക, എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നമ്മൾ തളർന്നു പോയി കഴിഞ്ഞാൽ അങ്ങനെ തളർന്നിരിക്കും. പ്രത്യേകിച്ച് നമുക്കൊരു ബാക്ക് സപ്പോർട്ടും ഒന്ന് തളർന്നിരിക്കാനുള്ളൊരു അവസ്ഥയില്ലാതാവുമ്പോൾ നമ്മൾ അവിടുന്ന് താനെ ഉയർത്തെഴുന്നേൽക്കും. അതങ്ങനെയാണല്ലോ, ഞാനും അങ്ങനെ തന്നെ. അപ്പോൾ ഇന്നത്തെ പോലെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ അടുക്കളയിലേക്ക് കയറി. ഇതൊരു ചെറിയൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ. രാവിലെ മുതൽ ഉച്ച വരെയുള്ള കാര്യങ്ങൾ മാത്രം. അത് വേറൊന്നുമല്ല, നമ്മളെ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അതല്ലാതെ എനിക്കിവിടെ എന്ത് അവതരിപ്പിക്കാനുള്ളത്? നമ്മളെവിടെയും പുറത്തൊന്നും പോകുന്നില്ല. ലോങ് യാത്രകളോ കാര്യങ്ങളൊന്നുമില്ല. ആണ്ടിനും സംക്രാന്തിക്കും മാത്രം പോകുന്ന ഒരാളാണ് ഞാൻ. അത് മാറ്റി വന്നാലേ പോകാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂട്ടുകാരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അറിയാലോ, അമ്മയ്ക്ക് വയ്യാതിരിക്കുന്നതുകൊണ്ട് അമ്മ ഇട്ടിട്ട് പോകാനും പറ്റില്ല. അപ്പോൾ രാവിലെ അടുക്കളയിൽ കയറി. നല്ല ചൂടുണ്ട് കേട്ടോ ഇന്ന്. കാരണം ഒരു മഴ ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലയെന്ന് വെച്ചാൽ ഇല്ല. ഇടയ്ക്കൊരു വെയിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ചൂട് കേട്ടോ. അങ്ങനെ തന്നെ ആവുമല്ലോ അല്ലേ എല്ലായിടത്തും. മഴയൊക്കെ ഒതുങ്ങിയെങ്കിലും ചൂട് ഒരു ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ അടുക്കളയിൽ കയറിയിട്ട് നേരെ തന്നെ ക്യാരറ്റ്, പച്ചമുളക്, ബീൻസ്, അതുപോലെ തന്നെ ഉള്ളി, കറിവേപ്പിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് എണ്ണയിലൊന്ന് വഴറ്റി വന്നു. അപ്പോഴത്തേക്ക് നമ്മൾ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തിളച്ചപ്പോൾ പിന്നെ അതിനകത്തോട്ട് ചായപ്പൊടിയും കൂടെ ഇട്ടു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് അതിനൊന്ന് വഴറ്റാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചു. പക്ഷേ ഈ വെള്ളമൊക്കെ ഒഴിക്കുന്നത് വരെ ഞാൻ ഉപ്പുമാവ് സേമിയ എൻ്റെ കയ്യിലുണ്ട് എന്നുള്ള ആ ഒരു ഇതിലാണ് കേട്ടോ ഞാനിതൊക്കെ ചെയ്യുന്നത്. പക്ഷേ പാക്കറ്റ് എടുത്തപ്പോഴാണിത് സേമിയ പായസത്തിൻ്റെ സേമിയ ആയിപ്പോയിട്ടോ. പക്ഷെ എന്താ സാരമില്ല, നമ്മൾ വീട്ടമ്മമാർ എന്ത് വെച്ചിട്ടും പരീക്ഷിക്കുമല്ലോ. അങ്ങനെ അത് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളക്കട്ടെ, ആ പച്ചക്കറികളൊക്കെ ഒന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്കും ഞാൻ അമ്മയെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വാക്കറൊക്കെ വെച്ചിട്ട് അമ്മയെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മൾ അമ്മയുടെ റൂമിലേക്ക് മെല്ലെ എത്തിച്ചു. പിന്നെ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിലേക്ക് പോകാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരുപാട് നടക്കരുതെന്ന് പറഞ്ഞ കാരണം. അപ്പോൾ അതിനായിട്ടൊരു പാത്രം അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ അതൊക്കെ റൂമിൽ തന്നെ കൊണ്ടുവച്ചു. പിന്നെ അമ്മയ്ക്ക് കൈ കഴുകാനുള്ള വെള്ളം, കുടിക്കാനുള്ള ആദ്യം തന്നെ ഇവിടെ ചൂടുവെള്ളം ഉണ്ടാക്കി വെക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യം അമ്മ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ആദ്യം ഇച്ചിരി ചൂടുവെള്ളം കുടിച്ചു കേട്ടോ. ജീരകവെള്ളമോ അങ്ങനെ എന്തിട്ടിട്ടാൽ തിളപ്പിച്ച് വെച്ചാൽ ആ വെള്ളം കുടിക്കും. അപ്പോൾ അത് വെച്ച് കൊടുത്തു. അമ്മ അതിരുന്ന് കുടിക്കുന്നുണ്ട്. തലയൊക്കെ തോർത്തി ചന്ദനക്കുറിയൊക്കെ തൊടുന്നുണ്ടാവും. അപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും അടുക്കളയ്ക്ക് തന്നെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഉപ്പുമാവിനുള്ള കൂട്ട് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ സേമിയ ഇട്ടു കേട്ടോ. സേമിയ ഇട്ടപ്പോൾ അവിടെ ഒരു അബദ്ധം പറ്റി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ പാക്കറ്റ് കുറച്ചിടാനാണ് നിന്നത്. ഇതേതായാലും നമ്മുടെ ഈ പായസത്തിനുള്ള സേമിയല്ലേന്ന് ഇത് ഇച്ചിരി ഇടാമെന്ന് വിചാരിച്ചാൽ, പക്ഷെ മൊത്തത്തിലാണ്ട് നന്നായിട്ട് കട്ട് ചെയ്ത കാരണം ഒന്നിച്ചങ്ങോട്ട് വീണ്. ഇനിയിപ്പോൾ അതെന്തായാലും സാരില്ല. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ചോറ് അങ്ങോട്ട് കയ്പ്പ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം കേട്ടോ. കാരണം ഇത്ര ഒരുപാട് കൂടുതലായി ഉപ്പുമാവ്. എന്നാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് വെറുതെ എടുത്ത് തിന്നാമെന്ന് വിചാരിച്ചിട്ട് കളയൊന്നുമില്ല. എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ച് നമ്മൾ തീർക്കും. ചോറിനേക്കാൾ കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ പിന്നെ നമ്മുടെ ഉപ്പുമാവൊക്കെ റെഡിയാക്കി ഞാൻ അമ്മയ്ക്ക് ഉപ്പുമാവൊക്കെ കൊണ്ടു കൊടുത്തു. അമ്മ ഉപ്പുമാവൊക്കെ കഴിച്ചു. ഞാനും ഉപ്പുമാവൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് മുരിങ്ങയില എടുക്കാമെന്ന്. കർക്കിടക മാസമൊക്കെ കഴിഞ്ഞതല്ലേ, അപ്പോൾ ഏതായാലും മുരിങ്ങയില എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ട് നേരെ മുകളിലോട്ട് പോയി. താഴെ കമ്പുകളൊന്നൊക്കെ കുറവാണ്. അപ്പോൾ മുകളിലോട്ട് പോയി ടെറസിൻ്റെ മുകളിൽ പോയിട്ട് നമ്മൾ മുരിങ്ങയില പറിച്ചുകൊണ്ട് വന്നിട്ട് അതൊക്കെ എടുത്ത് റെഡിയാക്കി. കൂടെ തന്നെ നമ്മൾ തക്കാളി, നമ്മുടെ പരിപ്പും ഒരു 2 ഇല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട്, തേങ്ങ അരക്കില്ല കാരണം തേങ്ങ ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട്. അപ്പോൾ അതിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കുക്കറിൽ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ മുരിങ്ങയില വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ നല്ല പല്ലുവേദന ഉണ്ട് കേട്ടോ. ഒരു ഭാഗം മുഴുവൻ നീരാണ്. മേളിലെ പല്ലാണ്. ഞാനിട്ട് ഡോക്ടറെ അടുത്ത് പോയിട്ടും ഇല്ല കേട്ടോ. അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മേളിലും താഴെയൊക്കെ ഉണ്ട് പ്രശ്നം. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ, ഏതായാലും വേദനിക്കല്ലേ, അങ്ങോട്ട് വേദനിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ വെന്ത് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വേഗം തന്നെ നമ്മുടെ മുരിങ്ങയില ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുക്കറിൽ നിന്ന് വേറൊരു കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം കുറച്ച് ഇല എടുത്തിട്ടാണ് കുറച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. എങ്ങനെ ഉണ്ടാക്കിയാലും നാളത്തേക്ക് ബാക്കി ഉണ്ടാവും. അപ്പോൾ പിന്നെ ഇന്ന് ഉണ്ടാക്കിയാലും നാളത്തേക്ക് ബാക്കി ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ ഇച്ചിരി ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് കരുതിയിട്ടാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളെന്ത് ചെയ്തു, കുറച്ച് അമ്മയ്ക്ക് പ്രോട്ടീൻ പൗഡർ കലക്കി കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. സാധാരണ വൈകിട്ടാണ് കൊടുക്കലുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ എന്ത് ചെയ്തു, ഇച്ചിരി നേരത്തെ കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം മുട്ട കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ മുട്ട കൂടെ കൊടുക്കുമ്പോഴാണ് കൊടുക്കൽ. അപ്പം മുട്ട ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി നേരത്തെ അങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടെ കൊടുത്തു കേട്ടോ. അപ്പോൾ അമ്മ അവിടെ ഇരുന്നിട്ട് അമ്മയ്ക്ക് നമ്മളെ ഈ ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റാണ് കൊടുത്തത് കേട്ടോ. നമ്മുടെ അതിൻ്റെ കൂടെ പ്രോട്ടീൻ പൗഡർ കലക്കി
ഉണ്ടാക്കിയതിൻ്റെ കൂടെ അതും കൂടെ ചെയ്തിട്ട് പിന്നെ വേഗം ഞാൻ ചട്ടി വെച്ചിട്ട് പിന്നെ അതിനകത്തോട്ട് കുറച്ച് വറവിട്ട് കടുകും വറ്റൽമുളകും കൂടെ വറവിട്ടതിന് ശേഷം നമ്മുടെ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും കൂടെ അതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല കുഴമ്പ് രൂപത്തിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇലയും കൂടെ അതിനകത്തോട്ട് പെറുക്കി അങ്ങോട്ട് ഇട്ടു കേട്ടോ. ഞാൻ കഴുകി വെച്ചതായിരുന്നു, അതും കൂടെ അതിനകത്തോട്ട് ഇട്ടു. എന്നിട്ട് നന്നായിട്ട് അധികം വെള്ളമൊന്നും ചേർത്തില്ല, ഇച്ചിരി വെള്ളം ചേർത്തിട്ടുള്ളൂ. കാരണം നാളത്തേക്ക് പിന്നെയും ബാക്കി വരും. പിന്നെ അത് അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കാൻ പറ്റില്ല, ഇലക്കറിയല്ലേ, കൊള്ളില്ലല്ലോ. പിന്നെ ഒന്നാമത് നാളികേരം അരച്ചിട്ടുമില്ല. അപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് അതൊന്ന് തിളപ്പിച്ച് പാകത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ രാവിലത്തെ പരിപാടികളും കഴിഞ്ഞു, ഉച്ചക്കത്തെ പരിപാടികളും കഴിഞ്ഞു. പക്ഷേ ചോറുണ്ടില്ല ഉച്ചയ്ക്ക്. ഞാൻ പറഞ്ഞല്ലോ ഈ ഉപ്പുമാവ് കൂടുതലുണ്ടായ കാരണം അതെടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചു. പിന്നെ ഭാഗ്യത്തിന് ഞാൻ ഇച്ചിരി ചോറേ ഉണ്ടാക്കിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് വൈകുന്നേരം കഴിക്കുമ്പോൾ സെറ്റാവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മുരിങ്ങയില കറി കേട്ടോ. നാളികേരമൊന്നും അരക്കാതെ, എനിക്കിഷ്ടമാണ് നാളികേരം അരക്കാത്ത ഏത് കറി ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ അമ്മയും ഞാനും അതിൻ്റെ ആൾക്കാരാണ് നാളികേരം അരക്കാത്ത കറിയുടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു ലോങ് വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.